എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് അലേഖ, ഞാൻ ജോലിക്ക് ഇറങ്ങുന്ന വീഡിയോ അലേഖ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. കുറേ മെസ്സേജുകൾ ഈ അടുത്തിടയ്ക്ക് വന്ന്, ഇപ്പം ഞാനിപ്പോൾ ഫുൾ ടൈം യൂട്യൂബറാണോ അതോ എനിക്ക് ജോബ് വല്ലതും ഉണ്ടോ? അപ്പം ഇന്ന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഞാൻ എന്തുവാ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ജോബ് എന്തുവാന്നുള്ളത് നമുക്ക്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ എൻ്റെ കൂടെ നിങ്ങൾക്ക് ഇന്ന് യാത്ര ചെയ്യാം. ഇപ്പോൾ ജോലിക്ക് ഇറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അലേഖയെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അതുവഴി ഞാനങ്ങ് ജോലിക്ക് പോകും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഒരു 8:30 ഇറങ്ങാനാണ് ഗോള് ഞങ്ങളുടെ. ഇന്ന് ഒരു 8:38 ആയിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിക്കുട്ടി, നമ്മൾ കയറിയതിനകത്ത്. ഞങ്ങളങ്ങനെ അലേഖയുടെ സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ് ഇത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് അലേഖയുടെ സ്കൂളിലോട്ട്. ഒരുപാട് ദൂരമില്ല, ഒരു 10 മിനിറ്റ് തോട്ടമേ ഉള്ളൂ. അവിടെ കൊണ്ട് മോളെ ആക്കിയിട്ടാ അടുത്ത പരിപാടികൾ. ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മൈലേജ്. അപ്പം 4.6 അതിലാണ് ഇന്ന് സ്റ്റാർട്ടിങ് മൈലേജ്. അത് കഴിഞ്ഞ് ഞാനിപ്പം അലേഖയെ ഡ്രോപ്പ് ചെയ്ത്, അപ്പോൾ അലേഖയെ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ വിളിച്ച് അമ്മയും ചേച്ചിയൊക്കെ ആയിട്ട് ചേർന്ന് സംസാരിക്കും. മോക്ക് കാണാമല്ലോ, അച്ഛനൊക്കെ ആയിട്ടെ. അത് കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ പോകുന്നത് ഒരു 30-35 മിനിറ്റ് ഓട്ടം ഉണ്ട്. അതായത് ഒരു 10-20 മൈലിന് അടുപ്പിച്ച് ഓട്ടം ഉണ്ട്. അതാ എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ മൈലേജ് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഡെയിലി റുട്ടീനുമായിട്ട് പോവാം. അതായിരിക്കും എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കും ഇതേണക്ക് അമ്മയും വീഡിയോ കോൾ ചെയ്തിട്ട് ഞാനത് പിന്നെ ഇവിടെ ഫോൺ മൗണ്ട് ചെയ്തിട്ട് അവരോട് സംസാരിക്കും പോകുന്ന കൂട്ടത്തിൽ. ശരി എന്നാൽ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അടുത്ത പേഷ്യൻ്റ് എടുത്ത് എത്തിയിട്ട് കാണാം. ഞാൻ ഇവിടെ ആദ്യത്തെ പേഷ്യൻറ്റിൻ്റെ വീട്ടിലെത്തി. അപ്പം ഇപ്പം ഒരു 20 മൈല് വണ്ടി ഓടിച്ചാണ് ഇവിടെ എത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ആയിട്ട് സംസാരിച്ചു, നാട്ടിൽ വിളിച്ചേ. അപ്പോൾ അവരുമായിട്ട് സംസാരമൊക്കെ കഴിഞ്ഞ് അതൊക്കെ കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനിവിടെ എത്തി. ഇനി ഞാൻ കാണിക്കാം നമ്മളുടെ പിന്നെ മൈലേജ് എത്ര എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് താണ്ടെ നമ്മൾ 24.9 മൈല് യാത്ര ചെയ്തു. അതിൽ 4.9 സ്റ്റാർട്ട് ചെയ്യുമ്പം പിന്നെ അലേഖയുടെ സ്കൂളിൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് 20 മൈൽ ഡ്രൈവ് ചെയ്തു. അതായത് ഏതാണ്ട് 32 കിലോമീറ്റർ. അങ്ങനെ ഞാനിവിടെ എത്തി. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഈ റെഡി ആയിട്ട് പേഷ്യൻറ്റിനെ കാണാനായിട്ട് അകത്തോട്ട് പോകും. അവരെ വീട്ടിൽ പോയാൽ കാണുന്നത്. അത് ഞാൻ വിശദമായിട്ട് പറയാം. എത്തിക്കഴിഞ്ഞാൽ ഇപ്പം കൊറോണ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ മാസ്ക് ഇടണം കേട്ടോ. മാസ്കും ഗ്ലൗസും എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ ഈ ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഹോം ഹെൽത്താണ്. ഹോം ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പേഷ്യൻസിനെ വീട്ടിൽ പോയി കാണും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഫോണിനകത്ത് നമ്മളിത് ഇവിടെ എത്തിയതായിട്ട് ലോഗിൻ ചെയ്യണം. പിന്നെ അതിന് അന്നേരം നമ്മളുടെ അതായത് ജോലി അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാം. അതൊക്കെ ഞാൻ ഇനിയിപ്പം ഈ ഒരൊറ്റ ഫോണിനകത്തൂടെ അല്ലേ റെക്കോർഡിങ്ങും അതെല്ലാം കൂടെ നടക്കത്തില്ല. അതിനിപ്പം മാഗിയെ കൊണ്ട് അത് ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന ജോലിയുടെ അതായത് ഈ പ്രൊഫഷൻ്റെ പേരെന്ന് പറയുന്നത് ഫിസിക്കൽ തെറാപ്പി. എൻ്റെ പൊസിഷൻ്റെ പേരെന്ന് പറയുന്നത് ഫിസിക്കൽ തെറാപ്പി അസിസ്റ്റൻ്റ് എന്ന് പറയും. അപ്പോൾ അത് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു കോളേജിൽ പോയിട്ട് പഠിച്ചതാണ് കേട്ടോ. മിസിസിപ്പിയിൽ ഉള്ള ഒരു കോളേജിലായിരുന്നു ഞാനത് ഗ്രാജുവേറ്റ് ചെയ്തത്. അതിനുശേഷം അപ്പോൾ ഇതിന് തന്നെ 3-4 പ്രത്യേക വിഭാഗങ്ങളുണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതേ. ഇത് മെഡിക്കൽ ഫീൽഡാണ്. അപ്പം അതിൻ്റെ അണ്ടറിൽ വരുന്നത് ഈ ഞാൻ ചെയ്യുന്ന ഈ പൊസിഷനിലുള്ള ഈ ജോലി തന്നെ നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ ചെയ്യാം, അതായത് ഇൻ പേഷ്യൻ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നഴ്സിംഗ് ഹോം ഉണ്ട്. നഴ്സിംഗ് ഹോം എന്ന് പറയുമ്പം നമ്മളുടെ ഈ പ്രായം ചെന്നവർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവർക്ക് അവിടെ കെയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കവിടെ ഫിസിക്കൽ തെറാപ്പി ചെയ്യാം. പിന്നെ ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന പിന്നെ ഔട്ട് പേഷ്യൻ്റ് ഉണ്ട്. ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുമ്പം ഈ ആൾക്കാർ അതായത് പേഷ്യൻസ് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് റിക്കവറി ആയിട്ട്, അതായത് ഇപ്പം നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്
അവർ പുറത്ത് ഡ്രൈവ് ചെയ്യാനുള്ള ക്ലിയറൻസ് കിട്ടിക്കഴിയുമ്പം പുറത്ത് ഔട്ട് പേഷ്യൻറ്റിന് പോകണം. അപ്പോൾ ഈ ഡ്രൈവിംഗ് ക്ലിയറൻസ് ഇല്ലാത്തവരെയാണ് ഹോം ഹെൽത്ത് എന്ന് പറയും. അതായത് അവർക്ക് ഡ്രൈവ് ചെയ്ത് ഒരു ഈ ഫിസിക്കൽ തെറാപ്പി സ്ഥാപനത്തിൽ എത്താൻ പറ്റാത്ത ആ സാഹചര്യത്തിലാണ് നമ്മൾ ഹോം ഹെൽത്ത് ഞങ്ങൾ പോയി ഈ പേഷ്യൻസിനെ കാണുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ആ പൊസിഷനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്, ഹോം ഹെൽത്ത്. അപ്പോൾ നമ്മൾ രോഗികളുടെ വീട്ടിൽ പോയിട്ട് അവരെ കാണും. അപ്പോൾ പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് ടൈം കിട്ടും. അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത പേഷ്യൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയം നമ്മൾ കാർ ഓടിക്കുന്നത്, അത് നമ്മളുടെ വർക്കിംഗ് അവേഴ്സ്, ആ ഡ്രൈവ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇച്ചിരി കൂടെ ഫ്ലെക്സിബിൾ ആണ്. പിന്നെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാം, അടിപൊളി. അത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ന്യൂയോർക്കിലെ സാഹചര്യത്തിൽ സ്ഥലങ്ങളൊക്കെ കാണുന്നത് അടിപൊളിയല്ലേ. അങ്ങനെയുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. ഈ ഗ്രാമത്തിലൂടെ ഒക്കെ നമുക്ക് ഓടിച്ചു പോകാം. അതുപോലെ US ഹിപ്പ റെഗുലേഷൻസിന് ഭയങ്കര ഇതാണ് കേട്ടോ. അതായത് നമ്മൾ പേഷ്യൻസിനെ പറ്റിയുള്ള യാതൊരു ഡീറ്റെയിൽസോ അവരെ കാണിച്ചുവിടും. അത് നമുക്കത് വളരെ അത് സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. അതുകൊണ്ട് ആ പേഷ്യൻസിനെ കാണിക്കാൻ പറ്റാത്തത്. പക്ഷേ എനിക്ക് എന്തൊക്കെയാ ചെയ്തതെന്നും ഞാൻ എന്തോ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് പറയാം. അവരുടെ പേരോ മേൽവിലാസമോ ഒന്നും പറയാതിരുന്നാൽ മതി. അപ്പോൾ ആദ്യത്തെ പേഷ്യന്റ് ഞാൻ കണ്ടത് അതായത് MS മൾട്ടിപ്പിൾ സ്ക്ലോസിസ് എന്ന് പറയും. അത് വന്ന് നടക്കാൻ പറ്റാത്ത വീൽ ചെയറിനകത്തുള്ള ഒരു പേഷ്യൻ്റാണ്. അപ്പം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഏത് പേഷ്യൻ്റിന് എടുത്താലും ആദ്യം നമ്മൾ കെയർ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ വൈറ്റൽസ് എടുക്കും. അതായത് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ, ഓക്സിജൻ ഉണ്ട്, SiO2 എന്ന് പറയും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് കുഴപ്പമൊന്നും ഇല്ലാതെ മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. അപ്പം എൻ്റെ കാറിനകത്ത് കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഇത് ക്ലോറക്സ് വൈപ്പ, അതായത് ബ്ലീച്ച്, അത് കഴിഞ്ഞ് ഒരു സൈക്കിള്, ചെറിയ മിനി ബൈക്ക് എന്ന് പറയും ഇതിനെ. ഇത് നല്ല സാധനമാണ്. നമുക്കിപ്പോൾ പേഷ്യൻസിന് അവരെ റിക്കവറി, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എൻഡ്യൂറൻസ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നല്ല സാധനം. ബൈക്ക് 10-15 മിനിറ്റ് അത് ഓടിപ്പിച്ചാൽ മതി. പിന്നെ ഇതാണ് എൻ്റെ ബാഗ്. ഇതിനകത്ത് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഇതുണ്ട്, ഓക്സിജൻ, ഒരു ബെൽറ്റ് ഉണ്ട്, അതായത് നമ്മൾ അവരെ നടത്തിയൊക്കെ ചെയ്യും, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. ഒരു എക്സസൈസ് ബാൻഡും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കാലിൽ ചില വീടുകളിൽ ഷൂസ് ഇടുന്നത് അവർക്ക് ഇഷ്ടമല്ല, ഊരാൻ പറയുകയാണെങ്കിൽ ഞാനത് ഈ ഷൂ ക്യാപ്പ് എടുത്തിടും കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ആൽക്കഹോൾ വൈപ്പ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് അതിനകത്ത്. കമ്പ്യൂട്ടർ, ബുക്ക്. ഈ ബുക്ക് ഇതിനകത്താണ് ഞാൻ മൈലേജ് എഴുതി വെക്കുന്നത്, പേഷ്യൻസിൻ്റെ വൈറ്റൽസിൽ എഴുതി വെക്കുന്നത്. അതായത് കമ്പ്യൂട്ടർ ഏത് കാരണവശാലും ചിലപ്പം ഓഫായി പോയോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളായി അത് കാണും. അതുകൊണ്ടാണ് ബുക്കിനകത്തെല്ലാം എഴുതി വെക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പേഷ്യൻറ്റിനെ ജസ്റ്റ് കണ്ടു കഴിഞ്ഞ്, അപ്പോൾ അതെന്ന് പറയുന്നത് ഈ അതായത് കാലിന് എബൗനി എന്ന് പറയും. എബൗനി ഹിപ്പിന് താഴെ വെച്ച് ആംപിറ്റേഷൻ ചെയ്തതാണ് കേട്ടോ പുള്ളിക്കാരിയുടെ. അപ്പോൾ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ട് ഇനിയിപ്പോൾ അടുത്തത് ഒത്തിരി ലോങ് ഇല്ല. അപ്പോൾ ഈ പേഷ്യൻറ്റിനെ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കാല് ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഈ ആംപിറ്റേഷനെ. അതുകൊണ്ട് ഫുള്ള് നമ്മൾ എണ്ണീച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടില്ല. ആകെ ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എണ്ണീച്ച് നിൽക്കാനുള്ള സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം. എൻഡ്യൂറൻസ്. അപ്പോൾ അവർക്ക് പുള്ളിക്കാരിയെ അടുത്ത് പറഞ്ഞ് ഞാൻ ഒരു ബൈക്ക് മേടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ആ ബൈക്ക് കൈകൊണ്ട് നമുക്ക് ഈ ബൈക്ക് ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ഓടിക്കാം കേട്ടോ. അതും ചെയ്യും 10-15 മിനിറ്റ്. കുറേ എക്സസൈസ്, അപ്പർ ബോഡി സ്ട്രെങ്ത്, അതായത് ഡിപ്സ് ഉണ്ടല്ലോ, ഡിപ്സ് ചെയ്യിപ്പിക്കുക. അതായത് ഈ ഡിപ്സ് അവർക്ക് ആവശ്യമായി. ഈ ഒരു കാല് മാത്രമല്ലേ ഉള്ളൂ ഇനിയിപ്പം. ആ കാലിനകത്ത് നമ്മൾ കുത്തി എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഈ കൈക്ക് നല്ല സ്ട്രെങ്ത് വേണം. അപ്പം അപ്പർ ബോഡി സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഡിപ്സ് ഈ വീൽ ചെയറിനകത്ത് ഇത് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടി കഴിഞ്ഞ് നാണ്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പേഷ്യൻ്റെ വീട്ടിലോട്ട് പോവാം. ഞാൻ മൈലേജ് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 30.7 മൈലിനകത്താണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത പേഷ്യൻ്റെ വീട് വരെ ഏതാണ്ട് 8.2 മൈലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കുന്നതിന് മുമ്പ് GPS-നകത്ത് ഇത് ഇടും കേട്ടോ, ലൊക്കേഷനെ ഇട്ടിട്ടാണ് ആ മൈൽ നമ്മൾ ഈ ബുക്കിനകത്ത് എഴുതി വെക്കും. അത് നമുക്ക് ഇത് ചെയ്യണം, ചാർട്ട് ചെയ്യണം കമ്പ്യൂട്ടറിനകത്ത്. ഇന്ന് രാത്രി ഞാനത് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത പേഷ്യൻറ്റിൻ്റെ അടുത്ത് എത്ര മൈലുണ്ടെന്നുള്ളത് നമ്മൾ ചാർട്ട് ചെയ്യണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട്, പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് മീറ്ററിനകത്ത് കാണിക്കുന്നത്. അപ്പം നമ്മളുടെ വർക്കിന് നമ്മളെ നല്ലതുപോലെ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് പേഷ്യൻ്റെ വീട്ടിലാണ്, അവിടെ എത്ര മിനിറ്റ് ഉണ്ടായിരുന്നതെല്ലാം. ഇതാണ് അതിനുള്ള ആപ്പ്. ഇതിനകത്ത് വന്നിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, എന്നിട്ട് നമ്മൾ ഈ ഏത് പേഷ്യൻ്റെ വീട്ടിലാണോ എത്തുന്നത് അവരെ സെലക്ട് ചെയ്തിട്ട് അന്നേരം നമുക്ക് ഈ ലോഗിൻ വരും, ക്ലോക്കിൻ വരും. ക്ലോക്കിൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് GPS വെച്ച് ആ പേഷ്യൻ്റെ അഡ്രസ്സിൽ, ഇതിനകത്ത് അഡ്രസ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ഇത് പിക്ക് ചെയ്യും ആ അഡ്രസ്സ്. എന്നിട്ട് നമ്മളത് കൺഫേം കൊടുക്കണം. അന്നേരം അവർക്കറിയാം. എന്നിട്ട് നമ്മൾ പിന്നെ ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ കാണും. എന്നിട്ട് ആ അഡ്രസ്സിൽ തന്നെ ആണോ നമ്മൾ അത്രയും നേരം സ്പെൻഡ് ചെയ്യുന്നതെന്ന് അവർക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ലോഗ് ഔട്ട് ചെയ്യും. ലോഗ് ഔട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ സെയിം ഇതേ കണക്ക് ക്ലോക്ക് ഔട്ട് ചെയ്യണം ആ അഡ്രസ്സിൽ നിന്ന് നമ്മൾ പോകുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ അവർ ട്രാക്ക് ചെയ്യുന്നത്. നല്ല സീനിക് വ്യൂ ആണ് എൻ്റെ ഡ്രൈവ് ഒക്കെ കേട്ടോ. ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റും ഈ യാത്രക്കിടയിൽ. അതായത് ഒരു പേഷ്യൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത പേഷ്യൻ്റെ വീട്ടിലോട്ടുള്ള യാത്രക്കിടയിൽ എനിക്ക് ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇതേപോലെ പാസ് ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. സ്പ്രിംഗ് സമയത്ത് ഈ ചെറിയ ടൗണുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, ഈ പൂക്കളും ഇതൊക്കെ നിറയുന്നതുകൊണ്ട്. അപ്പം ഞാനിവിടെ 3ാമത്തെ പേഷ്യൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് മാസ്ക് ഇടുക, പിന്നെ അത് ഗ്ലൗസും ഒക്കെ ഇട്ട് സെറ്റായതിനു ശേഷം അകത്തോട്ട് പോകും. അത് അകത്തോട്ട് പോകുന്നതിന് മുമ്പ് ലോഗിൻ ചെയ്യും ഈ നമ്മളെ ഫോണിനകത്ത്. അതായത് ഞാൻ ഇവിടെ സൈറ്റ് അത് കാണിച്ചു തരാം ഞാൻ, പിന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നതിന്. അപ്പോൾ ഈ പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു ലിംഫോമ, അതിന് ട്രീറ്റ്മെൻറ്റ്, അതായത് ഇപ്പം കീമോ ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണ്. അപ്പം പുള്ളിക്കാരത്തിയെ നമ്മളെന്ന് പറയുന്നത് വന്നിട്ട് അവരെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പരിപാടി. സ്ട്രെങ്തും എൻഡ്യൂറൻസും. അപ്പം എല്ലാം പറഞ്ഞതുപോലെ ബൈക്ക് ഓടിപ്പിക്കും, പിന്നെ അതല്ലെങ്കിൽ ഞങ്ങൾ നടക്കാൻ ആയിട്ട് ഇറങ്ങും. ഇവിടെ പുറത്ത് ഇപ്പോൾ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഇവിടെ നടക്കും. പിന്നെ അവരെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും. അതായത് ഇരിക്കുക എണീക്കുക, നമ്മളെ സ്കോട്ട് ചെയ്യിപ്പിക്കും. പിന്നെ ലെഗ് എക്സസൈസ് ഉണ്ട്, അത് ഞാൻ പിന്നെ വേണമെങ്കിൽ മാഗിയൊക്കെ കൊണ്ട് ഒന്ന് ചെയ്യിച്ച് കാണിച്ചു തരാം. കൂടുതലും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന എക്സസൈസുകൾ. ശരി, എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ, അപ്പം 3ാമത്തെ പേഷ്യൻറ്റിനെയും കഴിഞ്ഞു. ഇനി അടുത്തത് 4ാമത്തെ പേഷ്യൻ്റെ വീട്ടിലോട്ട് പോകുക. അത് ഇവിടെ നിന്ന് ഇച്ചിരി നല്ല ഒരുപാട് ദൂരമില്ല, എന്നാലും 16 മൈലുണ്ട്. 16 മൈലെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 22-23 കിലോമീറ്റർ. അപ്പം ഞാൻ നമ്മളെ സ്പീഡോമീറ്റർ ഞാൻ കാണിക്കാം. നമ്മൾ 39 മൈലായിട്ടുണ്ട്. ഇനി ഒരു 16 കൂടെ ആകുമ്പോഴത്തേക്ക് 49-55 ആവും നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക്. അതിൻ്റെ ഇടയ്ക്ക് നോക്കട്ടെ, എനിക്ക് വയറ് വിശക്കുന്നത് കേട്ടോ. ആഹാരം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഉച്ചക്കലത്തെ ലഞ്ച് നമ്മൾ പോകുന്ന വഴിക്കാൻ കഴിക്കാം. നല്ല റൂട്ടാണ് കേട്ടോ. ഞാൻ ഈ പോകാൻ പോകുന്ന റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ്, നല്ല ഭംഗിയാണ്. അപ്പം സ്പീഡോമീറ്ററിനകത്ത് 39 മൈലായിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നിന്ന് തിരിക്കാൻ പോകും അടുത്ത 4ാമത്തെ പേഷ്യൻ്റ് വീട്ടിലോട്ട്. അപ്പോൾ പോവാം. ഈ സ്ഥലങ്ങളെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. വെള്ളവും ഒക്കെ ആയിട്ടേ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഈ മതിൽക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് നോക്കട്ടെ. ക്യാമറയുടെ അകത്തൂടെ അത്രയും നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ താണ്ട ഇവിടെ നിർത്തി, അതായത് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ ഓപ്പണായിട്ട് ഉള്ള ഒരു ചെറിയൊരു ലേക്കായത്. അപ്പം ഇവിടെ ഞാൻ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ലഞ്ച് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ, ഒരു 5 മിനിറ്റിനുള്ളിൽ കാറിനകത്ത് തന്നെ ഇരുന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് യാത്ര തുടങ്ങാം. എന്ന് പറഞ്ഞാൽ അടുത്ത പേഷ്യൻ്റ് നമുക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളത് കേട്ടോ. ടൈമുണ്ട് ഇവർക്ക്, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ അവിടെ ചെല്ലുമെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ എത്തണം. ഇത് ഫോൾ സീസണിലും അടിപൊളിയാണ്. ഇവിടെ നല്ല രസമായിരിക്കും കാണാൻ. ഞാൻ കാണാം മഞ്ഞ പൂക്കൾ, അതും ഇവിടെ ഒരുപാട് കാണും നമ്മൾ അപ്പുറത്തെ സൈഡിൽ കാണുന്നത്. അപ്പം ഇന്ന് ചോറും ഒരു ഇച്ചിരി വെജിറ്റബിൾ കറിയും ഇച്ചിരി മീറ്റും ഉണ്ട് അതിനകത്ത് കേട്ടോ. അതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇവിടെ നിന്ന് അതങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ യാത്രയുടെ എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ യാത്രയുടെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനം അതാണ്ട് അത് യൂറിനൽസ്. അതായത് നമ്മൾ ഈ വണ്ടിയുടെ അകത്തായതുകൊണ്ട് ഇവിടെ നമ്മളുടെ നാട്ടിലെ പോലെ റോഡിലോട്ട് ഇറങ്ങി നമുക്ക് മൂത്രം ഒഴിക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കടയിൽ നിർത്തിയിട്ട് ചെയ്യാം. പക്ഷേ അത് ഈ കടയിൽ നിർത്തിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയായാലും ഒരു 10 മിനിറ്റ് പോകും കേട്ടോ. അതുകൊണ്ട് ഇത്
ഉപകാരപ്രദമായിട്ട് നല്ലൊരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അത് നമ്മൾ ഭയങ്കരമായിട്ട് ചില സമയത്ത് മൂത്രം ഒഴിക്കാൻ അങ്ങ് വിട്ടു. അന്നേരം ഇങ്ങനെയുള്ള ഈ ഇടസ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒറ്റ കടയും ഒന്നും കാണത്തില്ല, നമ്മൾ ഇങ്ങനെ മൈലുകൾ ഇങ്ങനെ പോകുമല്ലേ. അന്നേരം ഈ സാധനം വളരെ ഒരുപാട് സഹായമാണ് അത് കേട്ടാ. അത് മൂത്രം പിടിച്ചിരുന്നിട്ട് ഒഴിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ അല്ലേ, പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ. അത് സൂപ്പർ സഹായിയാണ്. അപ്പോൾ എന്നാൽ നമുക്ക് ലഞ്ച് കഴിക്കാം, പെട്ടെന്നാവട്ടെ. അപ്പം ലഞ്ച് കഴിച്ച് തീർന്നു. ഏതാണ്ട് 10 മിനിറ്റിനകത്തേ എടുത്തോളൂ കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര വാല്യൂ ഉള്ള ഒരു സാധനം കേട്ടോ. നമ്മളിപ്പം ഇന്ന സമയത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റൊക്കെ താമസിച്ചാലും കുഴപ്പമില്ല. ഒരുപാട് താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരുപാട് നമുക്ക് വിശാലമായിട്ടുള്ള ലഞ്ചൊന്നും എടുക്കാൻ ഉള്ള അവസരമില്ല, സാഹചര്യമില്ല. അതേസമയം ഇതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കഴിച്ച് വിശപ്പും മാറും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും അടുത്ത പേഷ്യൻ്റെ അടുത്തെത്താം. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ എത്ര മൈലാവും എന്നുള്ളത്. ആ കായലിൻ്റെ നമ്മളായിരുന്നു ആഹാരം കഴിച്ച കായലിൻ്റെ ഭാഗമാണ് അതൊക്കെ കേട്ടോ. നല്ല അടിപൊളി സ്ഥലമായത്. അത് ഈ വിൻ്റർ സമയം അങ്ങോട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഈ മരത്തിനകത്തൊന്നും ഒരു ഇലയും ഇല്ലാത്തത്. ഇപ്പോൾ 2 ആഴ്ച കൂടെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് ചിലപ്പോൾ ആ കായൽ കാണാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട്. നമ്മൾ കിങ്സ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി, 4ാമത്തെ പേഷ്യൻ്റെ വീട്ടിൽ എത്തി. ഞാൻ കാണിക്കാം മൈലേജ് എത്ര എന്നുള്ളത്. പിന്നെ നല്ല റൂട്ടായിരുന്നു കേട്ടോ, അത് അടിപൊളി സ്ഥലമാണ് ഇവിടെ ഈ റൂട്ട്, ഇങ്ങോട്ട് വരുന്ന റൂട്ട്. അപ്പോൾ ഞാൻ മൈലേജ് കാണിക്കാം. അപ്പോൾ നമ്മളിന്ന് ഇത് 55 മൈൽ ഓടിച്ചു. ഇനി അപ്പോൾ ഈ കാണാൻ പോകുന്ന പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ചെറിയ സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് അവരുടെ ബാലൻസ് പിന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസുകളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അത് ഞാൻ ചെയ്തിട്ട് വന്നിട്ട് പറയാം വിശദമായിട്ട്. അപ്പം ഉടനെ കാണാം. ഇനിയിപ്പോൾ മാസ്ക് ഒക്കെ എടുത്തിട്ട് റെഡിയായി അങ്ങോട്ട് പോകാൻ പോവുക. ശരിയെന്നാൽ അപ്പോൾ നമ്മളിവിടുത്തെ പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അത് 26 മൈൽ പോകണം. 26 മൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായി, 32 ഏതാണ്ട് 40 കിലോമീറ്റർ 42 കിലോമീറ്റർ ഉണ്ട്. അത് നമ്മളിനിയിപ്പം ഇവിടുന്ന് തിരിക്കുന്നത് എത്ര 55 മൈൽ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് അതെനിക്ക് സമയമെടുക്കും കേട്ടോ. 3/4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, 1/2 മണിക്കൂറിന് മേളിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇവിടുത്തെ ഈ പേഷ്യൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ സ്ട്രോക്ക്, അതായത് മൈൽഡ് സ്ട്രോക്കൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് റിക്കവർ ചെയ്യും കേട്ടോ. അപ്പം ഈ മൈൽഡ് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കുറച്ച് ബാലൻസ് എക്സസൈസും ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പഴയ ലെവലിലെത്തും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബാലൻസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. അപ്പം എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു 35-40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എങ്ങനെയൊക്കെയാലും എടുക്കും. നമ്മളെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കേ പിന്നെ ബ്ലഡ് പ്രഷറും അതും ഇതൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് അങ്ങനെ പോകും. അത് കഴിഞ്ഞ് പിന്നെ ഓരോ എക്സസൈസുകളൊക്കെ ചെയ്യും. പിന്നെ സാധാരണയാണെങ്കിൽ പുറത്തിറക്കി നമ്മൾ നടത്തിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ അവരെ എൻഡ്യൂറൻസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പം ഇപ്പം പോയ കേസ് ഒരു നല്ലതുപോലെ റിക്കവറി ആവുന്നുണ്ട് സ്ട്രോക്ക് കഴിഞ്ഞിട്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തടുത്തോട്ട് പോകാം. അത് കഴിഞ്ഞ് വീട്. പിന്നെ ഇതിൻ്റെ എല്ലാം ഈ വർക്ക് ചെയ്യണം. നമ്മൾ ഈ കമ്പ്യൂട്ടറിനകത്ത് ഇത് ഫുള്ള് എൻ്റർ ചെയ്യണം. ഇവിടെ ഈ ക്ലിനിക്കൽ ഡേറ്റ ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. നോട്ടെന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡേറ്റ ഫുള്ള് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള പരിപാടികൾ അത് കഴിഞ്ഞുണ്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ. അപ്പോൾ എന്നാൽ ശരി, യാത്ര തിരിക്കാം നമുക്ക് ഇവിടുന്ന്. അപ്പം നമ്മൾ ആ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് ഇനി മെയിൻ 9W വന്ന് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെല്ലും. ഇനി ഏതാണ്ട് 10-16 മൈലുണ്ട്. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നോക്കാം നമുക്ക് എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന്, എത്ര മൈലായിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് പേഷ്യൻ്റ് ആട്ടോ. ഇതും കൂടെ കഴിഞ്ഞാൽ തീർന്നു. ഇത് 5ാമത്തെയാണ്. ഇത് പിന്നെ ഈ പേഷ്യൻറ്റും ഒരു വീൽ ചെയറിനകത്തുള്ള പേഷ്യൻ്റാണ്. പക്ഷേ അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇവരെ ആ കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അവർക്ക് ഹെൽപ്പ് ഉണ്ടെങ്കിലും അവർ ഒറ്റയ്ക്കാണ് ഇപ്പം ആ വീട്ടിലുള്ളത്. അതായത് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ.
എന്നാലും അവരും അവരുടെ ഒരു പട്ടിയുണ്ട്. അത് അവർ അടിപൊളിയായിട്ട് അതിനകത്തെല്ലാം ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ പോയി അവരെ കണ്ടിട്ട് വരാം. അപ്പം അവസാനത്തെ പേഷ്യൻ്റ് അവിടെ തിരികെ. അപ്പം 80.7 മൈൽ നമ്മൾ ഓടി. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകണം. വീട് വിടുന്നവരെ എനിക്ക് ഒന്ന് 10-15-20 മൈൽ വരും. ഓക്കെ, അപ്പോൾ അവസാനത്തെ പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പം എല്ലാം നേരെ നമ്മൾ വീട്ടിലോട്ട് വെച്ച് പിടിച്ചാൽ മതി. അത് ഇവിടുന്ന് ഒരു 10-17 മൈൽ വരും. അപ്പോൾ ഒരു 10-30 മിനിറ്റ് തോട്ടമുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഫൈനൽ നമ്മളെ മൈലേജ് കാണിക്കാം. അതുപോലെ ഇനിയിപ്പം എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഗ്ലൗസും എല്ലാം ഊരി ക്ലീൻ ആവണം കേട്ടോ. ഈ പേഷ്യൻറ്റിൻ്റെ അവിടെ പ്രധാനമായിട്ട് അവർ വീൽ ചെയറിനകത്തുള്ള കേട്ടോ. അപ്പം അവിടെ പ്രധാനമായിട്ടും രണ്ട് ദിവസമാണ് ഇവിടെ വരുന്നത്. അപ്പം ഒരു ദിവസം ഞങ്ങൾ ഈ കട്ടിലിനകത്ത് ഉള്ള സ്ട്രെച്ചുകളെല്ലാം ചെയ്യും. അടുത്ത ദിവസം ചെറിയ വീൽ ചെയറിനകത്ത് നിന്നുള്ള എക്സസൈസും ചെയ്യും. അപ്പോൾ അതാ ഇവിടുത്തെ പരിപാടി. അവർക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. ശരി, എന്നാൽ ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പം നമുക്ക് കാണാം. അപ്പം ഈ ഗ്ലൗസ് ഇടുന്നുണ്ടെങ്കിൽ കൈയെല്ലാം കേട്ടോ സ്വെറ്റി ആവും കേട്ടോ, നല്ല വിയർപ്പാവും. അത് മാത്രമേ ഉള്ളൂ ഒരു ഇറിറ്റേഷൻ. അപ്പോൾ ഇന്ന് പിന്നെ ഈ പ്രാവശ്യത്തെ അതായത് 2023 ഈ വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ്ങിൽ ആദ്യത്തെ ഏറ്റവും ചൂടുള്ള ദിവസമാണ്. നമ്മളെ 31 ഡിഗ്രി സെൽഷ്യസ് ഞാനിപ്പോൾ നോക്കി. ഇവിടെ 87 ഫാരൻ. അപ്പം നല്ല ചൂടുണ്ടെന്ന്. അതുകൊണ്ട് ഇന്ന് ഇത് ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ ചൂടുള്ള ദിവസമാണ്. ഇനിയിപ്പോൾ ഇതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവണം. മരത്തിൻ്റെ എല്ലാം പൂക്കളെല്ലാം നല്ലതുപോലെ വന്നു തുടങ്ങി കേട്ടോ, സ്പ്രിങ്ങിൻ്റെ. ഇത് ഒരുപാട് നാള് ലാസ്റ്റ് ചെയ്യത്തില്ലെന്നുള്ള. പെട്ടെന്നങ്ങ് പോകും. 2-3 ആഴ്ച കൊണ്ട് ഇതെല്ലാം ഉണങ്ങിപ്പോവും. നമ്മളങ്ങനെ വീട്ടിൽ എത്തി. ഞാൻ കാണിക്കാം എത്ര മൈൽ. അതായത് ഇന്ന് നമ്മൾ 96.8 മൈൽ ഓടി. 96.8 മൈല്, അതായത് 154 കിലോമീറ്ററും ചില്ലറയും. അതാണ് നമ്മൾ ഇന്നത്തെ ഓട്ടം നമ്മൾ ഓടി തീർത്തത്. അപ്പം ഇനിയിപ്പം അകത്ത് വീട്ടിൽ ചെന്നിരുന്നിട്ട് ഈ കംപ്ലീറ്റ്, അതായത് ഇന്ന് കണ്ട പേഷ്യൻസിൻ്റെ എല്ലാം ഫുള്ള് ചാർട്ടിങ് എന്ന് പറയും അതിനിവിടെ. അത് നമ്മൾ കംപ്ലീറ്റ് അവരുമായിട്ട് ചെയ്ത എക്സസൈസുകൾ, അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എഴുതണം. അവർ നമ്മുടെ അടുത്ത് പറയും എന്തൊക്കെ നടന്നോ. അതായത് ഈ ഞാൻ അവരെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ചിലപ്പോൾ ഇവർ വീഴും കേട്ടോ തറയിലൊക്കെ. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഫോള് അത് നമ്മൾ രേഖപ്പെടുത്തണം. പിന്നെ എന്തെല്ലാം കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നടന്ന്, എന്ത് ട്രീറ്റ്മെൻറ്റ് ഇന്ന് ചെയ്ത്, പിന്നെ വൈറ്റൽസ് അതെല്ലാം നോക്കട്ടെ. ഞാൻ ഒരു ഫേക്ക് പേഷ്യൻറ്റിനെ ഉണ്ടാക്കി അത് കാണിക്കാൻ പറ്റുമെന്ന്. അതെല്ലാം നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യണം. ഇവിടെ എല്ലാം ഇതെല്ലാം ഈ പേഷ്യൻ്റ് ഫുള്ള് ചാർട്ടിങ് എല്ലാം അത് റെക്കോർഡിക്കലായിട്ട് പോകുക കേട്ടോ. അത് പിന്നെ ഈ ഇൻഷുറൻസ് കമ്പനിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് റിവ്യൂ ചെയ്യുവാനകത്ത് എന്തെങ്കിലും ഫോൾട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർ തിരിച്ച് നമ്മളെ കമ്പനിയെ, അതൊക്കെ വളരെ സ്ട്രിക്റ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഈ പേയ്മെൻറ്റ് നമുക്ക് തന്നു കഴിഞ്ഞിട്ട് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിലും ആ പേയ്മെൻറ്റ് നമ്മൾ തിരിച്ചടയ്ക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വലിയ സ്ട്രിക്റ്റ്. അതായത് എസ്പെഷ്യലി ഈ പേഷ്യൻ്റ് കെയർ വരുന്ന ഏത് ജോലിയും പിന്നെ അതിൻ്റെ ഒരുപാട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം, കമ്പ്യൂട്ടറിനകത്ത് അപ്ലോഡ് ചെയ്യണം. അത് ഡെയിലി ചെയ്യും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അവിടെ മറന്നു പോകുന്നതിന് മുമ്പ്. അപ്പം ഇന്നത്തെ ഒരു ദിവസം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേരെ, ആ ലൈക്ക് ബട്ടണും അങ്ങ് ഡിസ്ട്രോയ് ചെയ്തേക്കണം. അപ്പം ശരിയെന്നാ, പിന്നെ കാണാം.